നമസ്കാരം, ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് ട്രോമ കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ, ചാവക്കാട്. ശക്തമായ കാറ്റിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ കൂവളത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് യുവതിക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ നോർത്ത് പറവൂർ സ്വദേശി കണിയരിക്കൽ നിഖിലിന്റെ ഭാര്യ അനുമോൾക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവതിയെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ഏങ്ങണ്ടിയൂരിൽ ഫുഡ് പ്രൊഡക്ട് സ്ഥാപനത്തിലെ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചു. 5-ാം കല്ല് പുളിക്കക്കടവ് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന മീനോസ് ഫുഡ് പ്രൊഡക്ട് സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കേരളത്തിലെ തീരദേശ ജനതയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തികഞ്ഞ അവഗണന കാണിക്കുന്നതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ആരോപിച്ചു. കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള തീരജനതയുടെ ദുരിതത്തിന് പരിഹാരം കാണുക, വില്ലേജ് ഓഫീസുകളിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചാവക്കാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വോൾട്ടേജ് വ്യതിയാനവും വൈദ്യുതി ലൈനുകളിലെ സാങ്കേതിക പ്രശ്നങ്ങളെയും തുടർന്ന് ബ്ലാങ്ങാട് മേഖലയിൽ ഗൃഹോപകരണങ്ങൾ വ്യാപകമായി കത്തിനശിച്ചു. KCB അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. ബ്ലാങ്ങാട് ജുമാത്ത് പള്ളിക്ക് തെക്ക് ഭാഗത്തുള്ള 15ഓളം വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളാണ് കത്തിനശിച്ചത്. ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് പ്ലാവ് കടപുഴകി വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കടപ്പുറം പുളിഞ്ചോട് വലിയകത്ത് പരേതനായ അലിയുടെ ഓലമേഞ്ഞ വീടിന് മുകളിലാണ് പ്ലാവ് കടപുഴകി വീണത്. ശബ്ദം കേട്ടതോടെ അലിയുടെ ഭാര്യയും മകളും പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. ഗുരുവായൂർ കൂനമൂച്ചി കിഴക്കേ പന്നിശ്ശേരിയിൽ ശക്തമായ മഴയിൽ കുന്നിടിഞ്ഞു. 2 വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. കോലാരിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ, സഹോദരൻ ശങ്കരൻ എന്നിവരുടെ വീടുകളാണ് അപകട ഭീഷണിയിലായത്. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി 2 തവണയാണ് ഇവിടെ കുന്നിടിഞ്ഞത്. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ശക്തമായ കാറ്റിൽ ചാവക്കാട് പുന്നയിൽ മരം കടപുഴകി ഹൈ ടെൻഷൻ വൈദ്യുതി പോസ്റ്റിന് മുകളിൽ വീണു. വൻ അപകടം ഒഴിവായി. പുന്ന GLP സ്കൂളിന് മുന്നിലെ മരമാണ് കടപുഴകി വീണത്. വിവരമറിഞ്ഞ് KCB ഉദ്യോഗസ്ഥരും നഗരസഭാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. എടക്കഴിയൂർ മത്സ്യഗ്രാമം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ 6.72 കോടി രൂപ അനുവദിച്ചു. NK അക്ബർ MLA ഇടപെടലിനെ തുടർന്നാണ് പദ്ധതിക്ക് പണം അനുവദിച്ചത്. പദ്ധതി പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായി 5.8 കിലോഗ്രാം തൂക്കമുള്ള വെള്ളി ഉരുളി തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗർ ഗോവിന്ദത്തിൽ വ്യവസായിയായ TS അശോക്, ഭാര്യ T ലേഖ എന്നിവർ ചേർന്നാണ് കണ്ണന് വെള്ളി ഉരുളി സമർപ്പിച്ചത്. ഉരുളിയിൽ നെയ്യ്, കദളിക്കുല എന്നിവ വച്ചായിരുന്നു സമർപ്പണം നടത്തിയത്. ചാവക്കാട് ശ്രീപുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദേശഗുരുതിയും ഭഗവതി കളവും പൂമൂടലും നാളെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6-ന് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുതി തർപ്പണം നടക്കും. കർക്കിടകത്തെ വരവേറ്റ് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ദശപുഷ്പത്തിലെ പ്രദർശനവും വിതരണവും സംഘടിപ്പിച്ചു. പെരുന്തട്ട ക്ഷേത്രം മേൽശാന്തി മുതുമന ശ്രീധരൻ നമ്പൂതിരി ദീപോജ്വലനം നടത്തി. നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പെരുന്തട്ട ക്ഷേത്ര മാതൃസമിതിയുമായി സഹകരിച്ച് പ്രസാദ വിതരണവും പായസ വിതരണവും ഉണ്ടായി. കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. പത്നി നൌനാഥ് കൻവറിനൊപ്പമാണ് മന്ത്രി ക്ഷേത്ര ദർശനത്തിനെത്തിയത്. ഗുരുവായൂരപ്പനെ തൊഴുത് പ്രാർത്ഥിച്ച മന്ത്രി കാണിക്കയും സമർപ്പിച്ചു. തുടർന്ന് വെണ്ണ, അരി, ശർക്കര എന്നിവ കൊണ്ട് തുലാഭാരവും നടത്തി. ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.